ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ KD ദ ഡെവിൾ എന്ന കന്നഡ സിനിമയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ഗ്യാങ് കുറെ പോലീസുകാരെ ടാർഗറ്റ് ചെയ്ത് വളരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സൂരപ്പ എന്ന് പറയുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. ഇയാളൊരു മുൻ പോലീസുകാരനാണ്. ഇയാളുടെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ പോലീസുകാരെല്ലാവരും കൂട്ടത്തോടെ അവിടേക്ക് വരുന്നു. ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. പ്രധാനപ്പെട്ട ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും പുറത്തു പോകണം എന്നൊക്കെ അവർ പറയാണ്. സൂരപ്പയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലീസുകാരോട് ചോദിക്കുന്നു. സർ, നിങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ പ്ലാൻ ചെയ്ത് എല്ലാവരെയും കൊല്ലുന്നുണ്ട്. അടുത്തത് നിങ്ങളുടെ ജീവനും അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ നൽകാൻ വന്നത് എന്ന് അവർ പറയുന്നു. ഇതൊക്കെ അവൻ തന്നെയായിരിക്കും ചെയ്യുന്നത് എന്ന് സൂരപ്പയും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ കാണിക്കുന്നു. കുറെ പേര് ക്രൂരമായി കൊലപ്പെടുത്തിയതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ വ്യക്തിയുടെ മുഖം നമുക്ക് റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാര് ചെയ്യാനാണ് സാധ്യത എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ഊഹമുണ്ട്. സർ, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ കഥ എന്ന് വന്ന പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. സൂരപ്പയുടെ ഫാമിലിയും ചോദിക്കുന്നു. ഇപ്പോൾ സൂരപ്പ ഒരു പെട്ടിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതിൽ നിന്നും ഒരു വാക്കത്തി താഴെ വീഴുന്നു. അപ്പോൾ എല്ലാവരും ഇതെന്ത് വാക്കത്തിയാണ്, ഇത് ആരുടെ പെട്ടിയാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊരു വലിയ കഥയാണെന്ന് അദ്ദേഹം പറയുന്നു. എന്താണെന്നറിയാൻ ഫാമിലി മെമ്പേഴ്സും ആകാംക്ഷയോടെ നിൽക്കുന്നു. കാരണം ആരാണ് ഈ അപകടത്തിന്റെ പിന്നിലെന്ന് ഫാമിലി മെമ്പേഴ്സിനും അറിയില്ലല്ലോ. അതുകൊണ്ട് എന്താണ് കഥ, ആരോടാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ അവർ ചോദിക്കുന്നു. അദ്ദേഹവും പറയാമെന്ന് സമ്മതിച്ച് അവിടെ കഥ പറയാൻ തുടങ്ങുന്നു. ഇപ്പോൾ അദ്ദേഹം 80കളിൽ നടന്ന ഒരു സംഭവം പറയാൻ തുടങ്ങുകയാണ്. അക്കാലത്ത് ഗുസ്തിക്കാർക്ക് ഫൈറ്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു. അവിടെ ദേവ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുമായിരുന്നു. ദേവയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നാട്ടിലെ വലിയൊരു റൗഡിയായി മാറിയിരിക്കുകയാണ്. അവന്റെ പേര് ഡാർക്ക് ദേവ എന്നാണ് അവർ പറയുന്നത്. അവനെ കണ്ടാൽ ആ നാട് മുഴുവൻ ഭയന്ന് വിറയ്ക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ റോളാണ് സഞ്ജയ് ദത്ത് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേര് ദേവ എന്നാണെന്ന് പറഞ്ഞല്ലോ. ഇയാൾ ഒരുപാട് ഇല്ലീഗൽ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ വലിയൊരാളാവണം എന്നാണ് ഇയാളുടെ ആഗ്രഹം. പോലീസുകാർക്കും ഇയാളെ പിടിക്കണമെന്നുണ്ട്. ദേവയ്ക്ക് ഒരു അനിയനുണ്ട്. അവനാണ് ഫുൾ സപ്പോർട്ട്. ദേവയെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ നോക്കിയാൽ ആ അനുജൻ അവരുടെ കഥ കഴിക്കും. അങ്ങനെ ചേട്ടനും അനിയനും കൂടി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന ഡ്യൂട്ടി വരുന്നത് സൂരപ്പയ്ക്കാണ്. കാരണം അന്ന് സൂരപ്പയായിരുന്നു അവിടെ ഇൻസ്പെക്ടർ. സർ, ദേവയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തു നിന്ന് ഞാൻ ആളെ ഇറക്കിയിരിക്കുന്നത്. അവന്റെ കഥ അവര് കഴിച്ചോളും, നിങ്ങൾ പേടിക്കണ്ട എന്ന് സൂരപ്പ സീനിയറിനോട് പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ ദേവയാണ് കാണിക്കുന്നത്. ദേവയ്ക്ക് കബഡി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചില ടീമുകളെ അവൻ അവിടേക്ക് വരുത്തുന്നു. അവരുടെ കൂടെ കബഡി കളിക്കാമെന്ന് കരുതി അവനും അവിടേക്ക് വരികയാണ്. അങ്ങനെ റെഡിയായി വരുമ്പോൾ എതിർ ടീമിലുള്ളവർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. അതിലൊരുത്തൻ കയ്യിലൊരു കത്തി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി വെച്ച് അവൻ ദേവയെ ചെറുതായിട്ടൊന്ന് വരയുന്നു. ഇത് കാണുന്ന ദേവയുടെ അനുജൻ എൻ്റെ ചേട്ടനെ തന്നെ പറ്റിക്കുന്നു എന്ന് ചോദിച്ച് അടിക്കാനായി വരികയാണ്. എടാ, ഇതൊരു ഗെയിം അല്ലേ എന്ന് ദേവ പറയുന്നുണ്ട്. ഇനി അടുത്ത തവണ ദേവ റൈഡിന് വരുമ്പോൾ കത്തി വെച്ചിരുന്നവനെ അവൻ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാവരും ദേവയെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. ആ ടീമിലുള്ള എല്ലാവരും പോലീസ് പറഞ്ഞിട്ട് വന്നവരായിരുന്നു. ദേവയെ തീർക്കാൻ വേണ്ടി മാത്രം വന്നവരാണവർ. ഇതൊക്കെ മനസ്സിലാക്കിയ ദേവ എല്ലാവരുമായും ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നു. ദേവ വലിയൊരു ഗുണ്ടയല്ലേ. അവൻ നിഷ്പ്രയാസം എല്ലാവരെയും കൊന്നൊടുക്കുന്നു. ഇതിനു പിന്നിൽ പോലീസാണെന്ന് ദേവയ്ക്ക് മനസ്സിലാവുന്നു. എന്തായി എന്നറിയാൻ പോലീസ് കാത്തിരിക്കുമ്പോൾ ദേവ അവിടെ എത്തുന്നു. കൊല്ലപ്പെട്ടവന്റെ ബോഡിയും കൊണ്ടാണ് അവൻ വരുന്നത്. എന്നെ ഒന്നും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്ലാൻ ചെയ്ത് എന്നെ തീർക്കാമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് അവൻ വളരെ പുച്ഛത്തോടെ സംസാരിക്കുന്നു. അതായത് കൊന്നവന്റെ തല വെട്ടിയെടുത്ത് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അവൻ. അയ്യോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് സൂരപ്പയും ചിന്തിക്കുന്നു. അങ്ങനെ സൂരപ്പയ്ക്ക് ഒരു വാർണിംഗ് കൊടുത്തിട്ട് ദേവ അവിടെ നിന്നും പോകുന്നു. ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ കാളിദാസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് സൂരപ്പ പറയാൻ തുടങ്ങുന്നു. ഈ കാളിദാസാണ് സിനിമയിലെ ഹീറോ. ഇയാളെ സംബന്ധിച്ച് ആ ഗുസ്തിക്കാർക്ക് ഫൈറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന മാസ്റ്റർ ഇല്ലേ, അദ്ദേഹത്തിന്റെ സഹായിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ ഈ നാട്ടിലൊരു റേഷൻ കടയുണ്ട്. ആ റേഷൻ കടയിലും ഇയാൾ ജോലി ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ആ മാസ്റ്ററുടെ കൂടെ നിന്നാലും ഹീറോയ്ക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അവിടെ വരുന്നവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യ്, അങ്ങനെ ഫൈറ്റ് ചെയ്യ് എന്നൊക്കെ വെറുതെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെയുള്ള മെയിൻ ആൾ വന്ന് ചോദിക്കും, എടാ, നിനക്ക് ആദ്യം തന്നെ ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, എന്നിട്ടാണോ നീ വന്നവർക്കും പോകുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? വന്ന പണി നോക്കിയിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ അവനെ വഴക്ക് പറയുന്നു. അപ്പോൾ ഒരു ചെറിയ പയ്യൻ കാളിദാസിനെ വിളിക്കാനായി വരികയാണ്. നിന്റെ ചേട്ടൻ നിന്നെ വിളിക്കുന്നുണ്ട്, വേഗം വാ എന്നവൻ പറയുന്നു. എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചോ എന്ന് കേട്ട് കാളിദാസ് അത്ഭുതപ്പെടുന്നു. കാരണം ചേട്ടനും അവനും തമ്മിൽ സംസാരമില്ല. എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചു എന്ന് നാട്ടുകാരോടൊക്കെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ വേഗം വീട്ടിലെത്തുന്നു. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ചേച്ചിയും ഒരു അനിയത്തിയും ഒരു ചേട്ടനും ഉണ്ട്. ആ ചേട്ടൻ ഇവനോട് തീരെ സംസാരിക്കാറില്ല. ധർമ്മ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ചേട്ടൻ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോയുടെ ബൈക്ക് കുറച്ച് റിപ്പയർ ആയതുകൊണ്ട്
വേറെ വണ്ടിയിൽ പോവാന്ന് ചേട്ടൻ കരുതി. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവന്റെ സൈക്കിളിൽ കയറി പോകാൻ തീരുമാനിച്ചു. ചേട്ടൻ എൻ്റെ കൂടെ എൻ്റെ സൈക്കിളിൽ വരുന്നുണ്ടല്ലോ എന്നോർത്ത് ഇവൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവൻ കുട്ടിയായിരുന്നപ്പോൾ ചേട്ടൻ കുറച്ച് മുതിർന്ന ആളായിരുന്നു. അനിയനെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നായിരുന്നു ചേട്ടൻ്റെ ആഗ്രഹം. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് പഠിപ്പൊട്ടും തലയിൽ കയറില്ല. അതുകൊണ്ടാണ് അവൻ റേഷൻ കടയിൽ ജോലിക്ക് പോകുന്നത്. ഇതൊന്നും ചേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവൻ അനിയനോട് മിണ്ടാതിരിക്കുന്നത്. എങ്കിലും അനിയന് ചേട്ടനോട് വലിയ സ്നേഹമാണ്. ചേട്ടനും സ്നേഹമുണ്ട്, പക്ഷെ അതൊരിക്കലും പുറത്ത് കാണിക്കാറില്ല. ഇതെല്ലാം വളരെ മനോഹരമായ ഒരു പാട്ടിലൂടെയാണ് കാണിക്കുന്നത്. എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഓർത്ത് അവൻ പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു. ഇപ്പോൾ കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഒരു കമ്പനി നടത്തുന്ന മുതലാളി അവിടെയുള്ള തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് കൊടുക്കുന്നത്. ശമ്പളം കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്യുകയാണ്. എത്ര നാൾ സമരം ചെയ്യും? നിങ്ങളെ അടിച്ചു തുരത്താൻ പോവാണ് എന്ന് പറഞ്ഞ് മുതലാളി പോലീസുകാരെ ഉപയോഗിച്ച് അവരെ തല്ലാൻ തുടങ്ങുന്നു. അങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരാൾ എൻട്രി കൊടുക്കുന്നുണ്ട്. ഇയാളാണ് ആ പ്രദേശത്തെ MLA. അണ്ണയ്യപ്പ എന്നാണ് ഇയാളുടെ പേര്. അണ്ണയ്യപ്പ വന്നെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് സംസാരിക്കാൻ സൗകര്യമൊരുക്കുന്നു. അദ്ദേഹം മുതലാളിയോട് സംസാരിക്കുന്നു. ഇവർക്ക് വേഗം ജോലി കൊടുക്കണം, അതുപോലെ ഇവർ ചോദിച്ചതുപോലെ ശമ്പളം കൂട്ടി നൽകണം, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ കാണും എന്ന് പറഞ്ഞ് അദ്ദേഹം വാർണിംഗ് കൊടുക്കുന്നു. മറുവശത്ത് ധർമ്മയെ കാണിക്കുന്നു, അതായത് ഹീറോയുടെ ചേട്ടനെ. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. മഴ പെയ്യുന്നത് കൊണ്ട് ആ സ്കൂളിന്റെ ഓടൊക്കെ പൊളിഞ്ഞു വീഴാണ്. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ അത് ശരിയാക്കുന്നുണ്ട്. ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കുട്ടികളോട് പറയുന്നു. അടുത്ത മഴയ്ക്ക് ഇത് വീണ്ടും പൊളിയല്ലോ, അപ്പോൾ സാർ എന്ത് ചെയ്യും എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. ഇതിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ അദ്ദേഹം വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഈ അണ്ണയ്യപ്പ എന്ന് പറയുന്ന ആളും ധർമ്മയും ഫ്രണ്ട്സാണ്. അദ്ദേഹത്തിന് പരാതി നൽകാൻ ഒരുപാട് പേര് വന്ന കൂട്ടത്തിൽ ധർമ്മയും വരുന്നു. അണ്ണയ്യപ്പയുടെ അച്ഛനുമായി ധർമ്മ വളരെ ക്ലോസ് ആണ്. സ്വന്തം മകനെ പോലെയാണ് അച്ഛനുമായി സംസാരിക്കുന്നത്. എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ സ്കൂളിന്റെ ഓടൊക്കെ പൊളിഞ്ഞു വീണു, അത് ശരിയാക്കാൻ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ധർമ്മ ചോദിക്കുകയാണ്. ഞാനും മേലധികാരികളോട് സംസാരിക്കുന്നുണ്ട്, ഫണ്ട് അനുവദിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് അണ്ണയ്യപ്പ പരാതി പറയുന്നു. വരുന്ന വഴിക്ക് ധർമ്മയുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് ഡ്രസ്സ് മാറുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു പെൺകുട്ടിയുടെ പേര് പച്ച കുത്തിയിരിക്കുന്നത് കാണാം. നീ ഇതുവരെ അവളെ മറന്നില്ലേ എന്ന് അണ്ണയ്യപ്പ ചോദിക്കുകയാണ്. അവളെ എങ്ങനെയാണ് മറക്കാൻ പറ്റുക? എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല എന്ന് ധർമ്മ പറയുന്നു. ശരി, സ്കൂളിന്റെ കാര്യം ഞാൻ വേഗം ശരിയാക്കാം എന്ന് പറഞ്ഞ് അണ്ണയ്യപ്പ അവനെ പറഞ്ഞു വിടുന്നു. ഇപ്പോൾ ഹീറോയും കൂട്ടുകാരനും റേഷൻ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സാധനം വാങ്ങാനായി വരുന്നു. ആള് കാണാൻ സൂപ്പറാണല്ലോ എന്ന് ഹീറോയും കൂട്ടുകാരനും തമ്മിൽ പറയാണ്. കൂട്ടുകാരനാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നത്. അവൻ സാധനം കൊടുക്കുമ്പോൾ അളവിൽ തട്ടിപ്പ് നടത്തും. ഇവർക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കുമ്പോഴും അവൻ പറ്റിക്കും. അതായത് 1 ലിറ്റർ കൊടുക്കുന്നിടത്ത് കുറച്ചേ കൊടുക്കും. ഈ കാര്യം ലക്ഷ്മി കണ്ടുപിടിക്കുന്നു. എടാ, നിങ്ങളെല്ലാവരും പറ്റിക്കുകയാണോ? ഇത് ഞാൻ എല്ലാവരോടും പറയും എന്ന് പറഞ്ഞ അവൾ പ്രശ്നം ഉണ്ടാക്കുന്നു. ഹീറോയ്ക്കും കൂട്ടുകാരനും പേടിയാവാണ്. പെട്ടെന്ന് ആരോടും പറയല്ലേ പ്ലീസ് എന്നൊക്കെ ഹീറോ കെഞ്ചാണ്. ഓഹോ, പറയാൻ പാടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ തന്നെ ചെയ്തു തരണം. എനിക്ക് റേഷൻ സാധനങ്ങൾ വേണമെങ്കിൽ നീ വീട്ടിൽ കൊണ്ടുവന്ന് തരണം എന്നവൾ പറയുന്നു. ശരി ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് ഹീറോയും സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ഒരുപാട് ആവശ്യങ്ങൾക്കായി അവനെ ഉപയോഗിക്കുന്നു. എനിക്ക് ആ സാധനം വേണം, എടുത്തുകൊണ്ട് വാ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവനും അതെല്ലാം ചെയ്തു കൊടുക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഹീറോയ്ക്ക് ഈ ലക്ഷ്മിയെ ഇഷ്ടമാവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഇഷ്ടത്തോടെയാണ് അവൻ ഈ പണികളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ലക്ഷ്മി ഭയങ്കര ഓവറാണ്. എപ്പോഴും ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവള് വല്ലാതെ ഓവറാക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഹീറോ ദേഷ്യത്തിൽ ചില കാര്യങ്ങൾ പറയുന്നു. ഓഹോ, എന്നോട് എതിർത്ത് സംസാരിക്കുന്നോ? എതിർത്ത് സംസാരിച്ചാൽ ഞാൻ നിന്നെ ഒറ്റിക്കൊടുക്കും എന്നവള് പറയുന്നു. ഒറ്റിക്കൊടുക്കല്ലേ, നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്ന് അവനും സമ്മതിക്കുന്നു. എനിക്ക് ആ ഫസ്റ്റ് ഷോ സിനിമ കാണണം, ടിക്കറ്റ് എടുക്ക് എന്നവള് പറയുന്നുണ്ട്. തിയേറ്ററിൽ ജെയിംസ് ബോണ്ട് സിനിമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇവനും ടിക്കറ്റ് എടുത്ത് നൽകുന്നു. അടുത്തടുത്തിരിക്കുന്ന രീതിയിലാണ് അവൻ ടിക്കറ്റ് എടുക്കുന്നത്. അല്ലല്ല, അകന്നിരിക്കുന്ന രീതിയിൽ വേണം ടിക്കറ്റ് എടുക്കാൻ എന്നവൾ പറയുന്നു. ശരി, അതുപോലെ ചെയ്യാമെന്ന് അവനും സമ്മതിക്കുന്നു. അങ്ങനെ സിനിമ കാണാൻ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവിടേക്ക് ദേവ വരുന്നു. ദേവയെ ഹീറോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദേവണ്ണം വരുന്നുണ്ടല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ അവൻ നോക്കുകയാണ്. ദേവ മാത്രമല്ല, അവനോടൊപ്പം അവന്റെ കാമുകിയായ സത്യവതിയും വന്നിട്ടുണ്ട്. ദേവയോട് അവൾ പറയുന്നുണ്ട്, നമ്മൾ പ്രണയിക്കുമ്പോൾ ചുറ്റും ഇത്രയും ആളുകൾ ഉണ്ടാവും? ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് ആളുകളൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും മാത്രം അകത്ത് പോവാം. അവന്റെ സുരക്ഷയ്ക്കായി എപ്പോഴും ആളുകൾ കൂടെ ഉണ്ടാവും. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാനും സത്യവതിയും മാത്രം പോവാണ്, നിങ്ങൾ പുറത്തു നിന്നാൽ മതി. അങ്ങനെ അവൻ അകത്തിരുന്ന സിനിമ കാണുകയാണ്. നമ്മുടെ ഹീറോയാണെങ്കിൽ ഹീറോയിനെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല, ദേവയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേവയോട് അവൻ അത്രയ്ക്ക് ബഹുമാനമുണ്ട്. എന്നാൽ ഹീറോയിന്റെ കൂടെയുള്ള കൂട്ടുകാരി ചിന്തിക്കുന്നത് വേറെയാണ്. അങ്ങോട്ടേക്ക് നോക്ക്, അവൻ നിന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നവൾ പറയുന്നു. നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് ഹീറോയിനും കരുതുന്നു. എന്നാൽ ഹീറോ ദേവയെ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഗ്യാങ് ദേവയെ അറ്റാക്ക് ചെയ്യാനായി വരുന്നു. അവന്റെ കണ്ണിൽ മുളക് പൊടി എറിയുന്നു. ദേവയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുന്നു. ആ സമയത്ത് അവരവനെ അറ്റാക്ക് ചെയ്യുന്നു. സത്യവതിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ കുറച്ച് മാറി നിന്ന് കാണുന്ന ഹീറോയ്ക്ക് അവരെ തടഞ്ഞ് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ
ചെയ്യാനൊന്നും വലിയ പിടിയില്ല. അങ്ങനെ ദേവയെ ഒന്ന് നോർമലാക്കാൻ അവനൊരു വഴി കണ്ടുപിടിക്കുന്നു. സത്യവതി എന്നെ നോക്ക് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന കുപ്പിയെടുത്ത് സ്വന്തം തലക്കടിച്ച് അവൻ പൊട്ടിക്കുന്നു. ഇതുപോലെ നിങ്ങളും ചെയ്യ് എന്ന് ദേവയോട് അവൻ പറയുന്നു. സത്യവതിക്കും കാര്യം മനസ്സിലാവുന്നു. അവിടെ ഇരുന്ന് കുപ്പി എടുത്താൽ തലക്കടിച്ച് പൊട്ടിക്കുന്നു. കുപ്പി പൊട്ടുമ്പോൾ അതിലുള്ള സോഡ വെള്ളം മുഖത്ത് വീഴുമല്ലോ. ആ വെള്ളം വെച്ച് ദേവ കണ്ണിലെ എരിച്ചിലൊക്കെ മാറ്റുന്നു. ഇപ്പോൾ ദേവയ്ക്ക് കാഴ്ച ശരിയായി. അതിനുശേഷം ദേവ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നു. ദേവ ആരെയും വെറുതെ വിടരുത് എന്ന് സത്യവതി പറയുന്നു. ദേവ എല്ലാവരെയും ഇടിച്ച് പുറത്തേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരികയാണ്. പുറത്ത് അവന്റെ ആളുകളുണ്ടല്ലോ, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. സൂരഭിയാണ് ഈ ഗ്യാങ്ങിനെ സെറ്റ് ചെയ്തത്, അതായത് പോലീസാണ് ഈ റൗഡികളെ സെറ്റ് ചെയ്തത്. പക്ഷേ ദേവ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കഥ കഴിച്ചു. ഈ വിഷയത്തിൽ ദേവയെ സഹായിച്ചത് നമ്മുടെ ഹീറോയാണല്ലോ. അവൻ വളരെ സന്തോഷത്തോടെ അതൊക്കെ കണ്ടു നിൽക്കുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഹീറോ കുട്ടിയായിരുന്ന സമയത്ത് അവൻ്റെ ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ച് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് ദേവയാണ് അവന് രക്തം നൽകിയത്. അതുകൊണ്ട് തന്നെ അവന് ദേവ നല്ലവനാണോ ദുഷ്ടനാണോ എന്നൊന്നും അറിയില്ല. ദേവ വളരെ നല്ലവനാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ദേവയോട് അവന് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് അവൻ ഇവിടെ സഹായിച്ചത്. ദേവ അവനെ അഭിനന്ദിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ലക്ഷ്മി ഇപ്പോഴും അവനെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലക്ഷ്മി ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അവളെ കാണാനായി അവൻ വരുമ്പോൾ ലക്ഷ്മി ആരും അറിയാതെ അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന പെർഫ്യൂം എടുത്ത് ദേഹത്തടിക്കുന്നത് അവൻ കാണുന്നു. ഇവളിത് എന്ത് കളത്തരമാണ് കാണിക്കുന്നത് എന്നവൻ ശ്രദ്ധിക്കുകയാണ്. ഇത് വെച്ച് അവളെ ഭീഷണിപ്പെടുത്താം എന്നവൻ തീരുമാനിക്കുന്നു. പതിവ് പോലെ അവൾ വളരെ അധികാരത്തോടെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇനി മുതൽ നിന്റെ അധികാരം എൻ്റെ അടുത്ത് വേണ്ട. നീ എന്താ കാണിച്ചതെന്ന് എനിക്കറിയാം. ഞാനത് നിന്റെ ഓണറോട് പറയട്ടെ. അയ്യോ ഇവൻ കണ്ടുപോയോ എന്നവൾ വല്ലാതെ പേടിക്കാണ്. അതൊന്നും പറയല്ലേ എന്നവൾ കെഞ്ചാണ്. പറയാതിരിക്കണമെങ്കിൽ ഇനി മുതൽ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. എനിക്ക് ദിവസവും ഭക്ഷണം കൊണ്ടുവന്ന് തരണം എന്നവൻ പറയുന്നു. ശരി ശരി ഞാൻ ചെയ്യാം എന്നവളും സമ്മതിക്കുന്നുണ്ട്. അവൾ ടോർച്ചർ ചെയ്തതുപോലെ അവൻ അവളെയും ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ അവൻ പറഞ്ഞതുപോലെ അവൾ ഭക്ഷണം റെഡിയാക്കി കൊണ്ടുവരുന്നു. എന്താ ഈ ഭക്ഷണം ഇങ്ങനെ, ഇതിലും നല്ലത് വേണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ കളിയാക്കുകയാണ്. വളരെ ഫണ്ണായിട്ടാണ് ഈ സീനൊക്കെ കാണിക്കുന്നത്. അങ്ങനെ പോകെ പോകെ അവർക്ക് പരസ്പരം ഇഷ്ടമാവുന്നു. അവർ പ്രണയിക്കുന്നൊക്കെ ഒരു പാട്ടിലൂടെ നമ്മളെ കാണിച്ചു തരുന്നു. ഒരു ഗുസ്തിക്കാരുടെ സ്ഥലത്ത് അവൻ സഹായിയായി ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ദേവ വരുന്നു. ദേവ അവിടെ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ ആളാണല്ലോ. അതുകൊണ്ട് ആ സ്ഥലം ഒന്ന് കാണാനായിട്ട് വന്നതാണ്. ഹായ് ദേവ വന്നിട്ടുണ്ടല്ലോ എന്ന് വളരെ സന്തോഷത്തോടെ ഹീറോ നോക്കുകയാണ്. ദേവ വന്ന ഉടനെ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താ ദേവ ഫൈറ്റ് ചെയ്യുന്നു? ദേവ നിങ്ങൾ ഫൈറ്റ് ചെയ്യ് എന്ന് ഹീറോയും പറയുന്നുണ്ട്. അതുകൊണ്ട് ദേവയും ഫൈറ്റ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഗുസ്തിക്കാരനുണ്ട്. അവനുമായി ഒന്ന് ഏറ്റുമുട്ടാമെന്ന് ദേവ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങുന്നു. ഈ ഗുസ്തിക്കാരനാണ് അവിടെയുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് അവൻ ദേവയോട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന അതിശയത്തോടെ എല്ലാവരും നോക്കുന്നു. ഹീറോ ആണെങ്കിൽ ദേവ ഇങ്ങനെ അടിക്ക് അങ്ങനെ അടിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദേവ പക്ഷേ ഇവൻ പറഞ്ഞതുപോലെ അല്ല ഫൈറ്റ് ചെയ്യുന്നത്. ഒരു വിധത്തിൽ വളരെ കഷ്ടപ്പെട്ട് ദേവ അവനെ തോൽപ്പിക്കുകയാണ്. മാസ്റ്ററും സൂപ്പർ ദേവ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ദേവ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് ജയിക്കായിരുന്നു, നീ തെറ്റിച്ചുപോയി. ഹീറോ വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇത് പറയുന്നത്. നീ മിണ്ടാതിരിയടാ എന്നൊക്കെ പറഞ്ഞ് മാസ്റ്റർ അവനെ ശകാരിക്കുന്നു. എന്നാൽ ദേവയുടെ അനുജൻ എന്റെ ചേട്ടനെ കുറിച്ച് പറയാൻ നീ ആയോ എന്ന് ചോദിച്ച് അടിക്കാനായി വരികയാണ്. മാസ്റ്റർ അവനെ തടഞ്ഞു നിർത്തുന്നു. വീണ്ടും ഹീറോ പറയുന്നു, ദേവ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ മാച്ച് പെട്ടെന്ന് തീർക്കാമായിരുന്നു, ചേട്ടൻ അത് ചെയ്തില്ല. അപ്പൊ ദേവ പറയുന്നുണ്ട്, ശരി ഓക്കെ എങ്കിൽ നീ വാ, നീ ആ ലോക്ക് ഇട്ട് കാണിക്ക്. വളരെ നിഷ്കളങ്കനായതുകൊണ്ട് ഹീറോ അതുപോലെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ദേവയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഹീറോ ഒരു പിടി പിടിക്കാൻ പറഞ്ഞില്ലേ, ആ പിടി വെച്ച് അവൻ ദേവയെ തന്നെ എടുത്ത് നിലത്തടിക്കുന്നു. ദേഷ്യം വന്ന് ദേവയുടെ അനുജനും ആളുകളും അവനെ അടിക്കാനായി വരുന്നു. എന്നാൽ ദേവ പറയുന്നുണ്ട്, അവൻ പറഞ്ഞ കാര്യം അവൻ ചെയ്തു കാണിച്ചു, നിർത്ത്. ദേവ ഇതൊന്നും വലിയ കാര്യമാക്കാതെ ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. ഹീറോയ്ക്കും ഞാൻ ദേവയെ തന്നെ എടുത്ത് നിലത്തടിച്ചല്ലോ എന്നൊരു ചിന്തയുമില്ല. ആ സ്റ്റെപ്പ് നമ്മൾ കറക്റ്റായി ചെയ്തു എന്നേ അവൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ ഈ വിവരമെല്ലാം നാട്ടുകാരൊക്കെ അറിയുന്നു. നീ ദേവയെ എടുത്ത് നിലത്തടിച്ചോ, സത്യമാണോ എന്നവർ ചോദിക്കുന്നു. അതെ അതെ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു എന്നവൻ വളരെ നിഷ്കളങ്കമായി പറയുന്നു. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഇവൻ ദേവയെ തന്നെ അടിച്ചു എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഹീറോ ഈ സംഭവം വിശദീകരിക്കുമ്പോൾ എല്ലാവരും അവനൊരു വലിയ ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവയുടെ അനുജന് വല്ലാതെ ദേഷ്യം വരുന്നു. ദേവ ഇലക്ഷനിൽ സീറ്റ് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സീറ്റ് കൊടുക്കേണ്ട ആള് പറയുന്നുണ്ട്, നീ ഇതുപോലൊരുത്തന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി. നാട്ടുകാരിപ്പോ അതാണ് സംസാരിക്കുന്നത്. സീറ്റ് കൊടുക്കുന്നതല്ല വലുത്, അതിൽ ജയിക്കാനുള്ള വഴി നോക്ക്. അവസാനം സീറ്റ് കൊടുക്കുന്നുണ്ട്. ഹീറോ അവനെ അടിച്ച കാര്യം പോലീസുകാരും അറിയുന്നു. അങ്ങനെ പോലീസുകാർ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. സൂരപ്പ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. സൂരപ്പ ചോദിക്കുന്നുണ്ട്, നീ ദേവയെ അടിച്ചെന്ന് കേട്ടല്ലോ, ദേവയെ തീർക്കാൻ പറ്റുമോ? സാർ എന്തൊക്കെയായി പറയുന്നത്? ആ ഫൈറ്റിൽ ദേവയെ ഒന്ന് എടുത്തടിച്ചെന്നേ ഉള്ളൂ, ദേവയെ എനിക്ക് തൊടാൻ പോലും കഴിയില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അണ്ണയ്യപ്പ എന്ന് പറയുന്ന ആൾ ഇലക്ഷനിൽ മത്സരിക്കാൻ പോവാണ്. ഹീറോയുടെ ചേട്ടനായ ധർമ്മ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
ആ സ്ഥലത്തേക്ക് സംസാരിക്കാൻ വേണ്ടി ദേവ വരുന്നു. കാരണം ഈ അണ്ണയ്യപ്പ മത്സരിച്ചാൽ ദേവയ്ക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നീ മത്സരിക്കരുത്, പിന്മാറണം എന്നവൻ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ധർമ്മ അവനോട് പറയുന്നുണ്ട്, നീ എങ്ങനെ ഭീഷണിപ്പെടുത്തും, തീർച്ചയായിട്ടും അണ്ണയ്യപ്പ മത്സരിക്കും. ദേവ അവർക്കൊരു വാണിംഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോവാണ്. ഹീറോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവയുടെ അനുജൻ അവനെ വിളിക്കുന്നുണ്ട്. പെട്രോളുമായി അവൻ അവിടെ എത്തുന്നു. ഈ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കടാ എന്നവൻ പറയുന്നു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ന്യൂസ് പേപ്പറിൽ ചേട്ടനെ കുറിച്ച് മോശമായി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കത്തിക്ക് എന്ന് പറയുന്നു. അവൻ ന്യൂസ് പേപ്പറിന് തീയിടുമ്പോൾ അതിൽ നിന്നും ഒരാൾ പിടയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതായത് ആ ന്യൂസ് പേപ്പറുകൾക്കിടയിൽ ഒരാളെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദേവയെ ഹീറോ അടിച്ചെന്ന് വാർത്ത കൊടുത്ത ആളായിരുന്നു അത്. നീ ദേവയെ അടിച്ചെന്ന് വാർത്ത കൊടുത്തതുകൊണ്ടാണ് നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇവന്റെ കഥ കഴിച്ചത് എന്ന് അനുജൻ പറയുന്നു. ഇത് കേട്ട് ഹീറോ വല്ലാതെ പേടിക്കുന്നുണ്ട്. അനുജൻ ദേവയുടെ ആളായി ജോലി ചെയ്യുന്നത് ചേട്ടൻ അറിയുന്നു. ദേവയുടെ കൂടെ നിൽക്കാനാണോ നിന്റെ ഭാവം? അണ്ണയ്യപ്പയാണ് നല്ലവൻ, അവൻ അധികാരത്തിൽ വന്നാലേ കാര്യങ്ങൾ ശരിയാവും, നീ അവനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചേട്ടൻ അവനെ ശകാരിക്കുന്നു. ചേട്ടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ദേവയെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അനുജൻ പറയുന്നു. സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അണ്ണയ്യപ്പയെ മാത്രമേ നീ സപ്പോർട്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ കാണാം എന്ന് ചേട്ടൻ പറയാണ്. ഹീറോയിനും കൂട്ടുകാരിയും ജോലി കഴിഞ്ഞു വരുമ്പോൾ ദേവയുടെ അനുജൻ അവരെ ശല്യപ്പെടുത്തുന്നു. നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിരുവിട്ട് പെരുമാറാൻ നോക്കുന്നു. അവൾ അവനെ ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അവൻ അതിരുവിട്ട് പെരുമാറിയ കാര്യം അവൾ ഹീറോയോട് പറയുന്നു. നീ ചെന്ന് അവനെ അടിക്ക് എന്ന് അവൾ പറയുന്നു. എന്ത് ദേവയുടെ അനുജനെ അടിക്കണമെന്നോ? അതൊരിക്കലും നടക്കില്ല, നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നവൻ പറയാണ്. ദേഷ്യത്തിൽ അവൾ അവിടെ നിന്നും പോവാണ്. പിറ്റേ ദിവസം അവൾ ജോലി ചെയ്യുമ്പോൾ വീണ്ടും അവൻ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്. അവൾ അവനോട് എതിർത്ത് സംസാരിച്ചത് കൊണ്ട് ദേഷ്യത്തിൽ അവൻ അവളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ദേവയുടെ അനുജൻ അവളെ മർദ്ദിച്ച കാര്യമൊന്നും ഹീറോയ്ക്ക് അറിയില്ല. ഹീറോ അവൾക്ക് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി അവളെ കാണാനായി വീട്ടിലെത്തുന്നു. അവളുടെ വീട്ടിലെ ലൈറ്റ് ഒക്കെ ഓഫായിരുന്നു. എന്താണ് ഓഫാക്കിയിട്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് അവൻ അവളുടെ മുടി വെട്ടിക്കളഞ്ഞത് കാണുന്നത്. ആരാ മുടി വെട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എതിർത്ത് സംസാരിച്ചുകൊണ്ടാണ് അവൻ മുടി മുറിച്ചത്. ഇതറിഞ്ഞ ഹീറോ അവളെയും കൂട്ടി അവനെ കാണാനായി പോകുന്നു. വരുന്നവരെയൊക്കെ അടിച്ചു വീഴ്ത്തി അവൻ അകത്തേക്ക് കയറി വരുന്നു. ആ സമയത്ത് ദേവയുമായി സംസാരിക്കാൻ വലിയ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ആകെ പ്രശ്നമായി. ഇവനാണ് ദേവയെ അടിച്ചത് എന്നൊക്കെ ആളുകൾ പരസ്പരം സംസാരിക്കുന്നു. ഇതൊക്കെ ദേവ കേൾക്കുന്നുണ്ട്. ദേവയ്ക്ക് ദേഷ്യം വരികയാണ്. ഹീറോ പറയുന്നുണ്ട്, ദേവ, നിന്റെ അനുജൻ തെറ്റ് ചെയ്തു, നീ ഇത് ചോദിക്കണം. എന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദേവയ്ക്ക് വലിയ അപമാനമാവുന്നു. അവന്റെ ആളുകൾ ഹീറോയെ പിടിച്ച് പുറത്താക്കുകയാണ്. നീ എന്നോട് റിക്വസ്റ്റ് ചെയ്തതുപോലെ അല്ല തോന്നുന്നത്, എന്നോട് അധികാരം കാണിക്കുകയാണ്. എന്റെ മേൽ കൈവച്ച ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല, പക്ഷെ നീ നിഷ്കളങ്കമായി അടിച്ചതുകൊണ്ട് ഞാൻ വിട്ടു. എന്നാൽ നീ എല്ലാവരോടും പറഞ്ഞ് എന്നെ അപമാനിക്കുകയാണ്. നിനക്കിനി ഒരാഴ്ചത്തെ സമയം തരാം, ആദ്യം നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലും, അതിനുശേഷം നിന്നെയും തീർക്കും എന്നവൻ പറയുന്നു. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, ഞാൻ സാധാരണ പോലെ തന്നെയാണ് സംസാരിച്ചത് എന്നവൻ പറയുന്നു. പക്ഷെ അവൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി ഒരാഴ്ചത്തെ സമയമുള്ളൂ, ആദ്യം ഇവിടെ നിന്ന് പോടാ എന്ന് പറഞ്ഞ് അവൻ ആട്ടിപ്പായിക്കുന്നു. അയ്യോ, ദേവ നമ്മളെ കൊല്ലോ എന്ന് കരുതി അവൻ വല്ലാതെ പേടിക്കുകയാണ്. ബേസിക്കലി അവനൊരു പേടിയുള്ള പ്രകൃതമാണ്. അവൻ സത്യവതിയെ കാണാമെന്ന് തീരുമാനിക്കുന്നു. ദേവയുടെ കാമുകിയെ കാണാനായി അവൻ വരുന്നു. ചേച്ചി, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ദയവ് ചെയ്ത് ചേട്ടനോട് എന്നെ വെറുതെ വിടാൻ പറയും. ഇല്ലില്ല, നീ സംസാരിച്ചതിനെ കുറിച്ച് എനിക്കും അറിയാൻ കഴിഞ്ഞു, എനിക്കും നിന്നെ ക്ഷമിക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞ സമയം കഴിയാറായി, വേഗം നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക് എന്നവൾ പറയുന്നു. യഥാർത്ഥത്തിൽ അവൻ ഒരാഴ്ചത്തെ സമയം കൊടുത്തിരുന്നില്ല, 24 മണിക്കൂറാണ് കൊടുത്തത്. അവൻ സൂരപ്പയെ കാണാനായി വരികയാണ്. സാർ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നവൻ പറയുന്നു. ഞാൻ പറഞ്ഞപ്പോൾ നീ അവന്റെ കഥ കഴിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? ഇതിനു മേലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവൻ എപ്പോ എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് അറിയില്ല. നിന്റെ കുടുംബത്തെ രക്ഷിച്ചോ എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഇളയച്ചന് സുഖമില്ല, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോവാം, ഞാൻ ടിക്കറ്റ് എടുത്തു എന്നവൻ പറയാണ്. ശരിയെന്ന് പറഞ്ഞ എല്ലാവരും പോകാൻ തുടങ്ങുമ്പോൾ ആ ഇളയച്ചൻ തന്നെ അവിടേക്ക് വരികയാണ്. ഇളയച്ചന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്താ എന്ന് ചേട്ടൻ ചോദിക്കുന്നു. ചേട്ടൻ സ്കൂളിലേക്ക് പോവാണ്. അതുപോലെ ചേച്ചി കോളേജിലേക്കും പോകുന്നു. അയ്യോ, നമ്മളിനി ഏത് വഴിക്ക് പോകും എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. എല്ലായിടത്തും ആളുകൾ വാച്ച് ചെയ്യുന്ന പോലെ അവന് തോന്നുന്നുണ്ട്. ഏത് നിമിഷം എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അറിയാതെ അവൻ പേടിക്കുകയാണ്. ആരെങ്കിലും കത്തി മൂർച്ച കൂട്ടുന്ന ശബ്ദം കേട്ടാൽ പോലും അവന് പേടിയാണ്. രാത്രിയിൽ അനിയത്തി ധർമ്മയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പുരാണത്തിലെ ഒരു സംശയമാണ് ചോദിക്കുന്നത്. ചേട്ടൻ അത് വിശദീകരിക്കുന്നു. പേടിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ധൈര്യമായി നേരിടണം എന്ന് ചേട്ടൻ പറയുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഹീറോ, നമ്മളെന്തിനു പേടിച്ചുകൊണ്ടിരിക്കണം, അവരോട് ഫൈറ്റ് ചെയ്താൽ എന്താ എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇടിമിന്നലുണ്ടാവുകയാണ്. വാക്കത്തി നടുവിൽ വെച്ചാൽ മിന്നലിൽ നിന്നും രക്ഷപ്പെടാം എന്നൊരു വിശ്വാസമുണ്ട്. മിന്നലുണ്ട്, ഈ വാക്കത്തി പിടിച്ചോ എന്ന് പറഞ്ഞ് ചേട്ടൻ അത് അനുജന് നൽകുന്നു. ചേട്ടൻ ഫൈറ്റ് ചെയ്യാൻ കൊടുത്തതുപോലെയാണ് അനുജന് തോന്നുന്നത്. അപ്പോഴാണ് റൗഡികൾ കറണ്ട് കട്ട് ചെയ്ത് വീടിനകത്തേക്ക് കയറാൻ നോക്കുന്നത്. ചേട്ടൻ അറിയാതെ ഫൈറ്റ് ചെയ്യാന്ന് ഹീറോ കരുതാണ്. അവൻ അവരോട് പോവാൻ പറയുന്നു. എന്നാൽ ദേവയുടെ അനുജൻ അത് കേൾക്കുന്നില്ല. ദേഷ്യത്തിൽ അവൻ എല്ലാവരുമായി ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നു. ശബ്ദം കേട്ട് ചേട്ടൻ പുറത്തു വരാൻ നോക്കുമ്പോൾ അവൻ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചേട്ടൻ അറിയാതെ അവൻ പരമാവധി ആളുകളെ അവിടെ വെച്ച് കൊല്ലുന്നു. എന്നാൽ പുറത്ത് ഭയങ്കര ശബ്ദം കേൾക്കുന്നത് ചേട്ടൻ അറിയുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ രക്തക്കളമാണ് കാണുന്നത്.
ചേട്ടന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവൻ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഒരുത്തൻ ചേട്ടനെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. ചേട്ടനെ രക്ഷിക്കാനായി അവൻ വേഗം അവിടേക്ക് വരുന്നു. ചേട്ടന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നവന്റെ കഥ അവൻ കഴിക്കുന്നു. അപ്പോഴാണ് അനുജൻ ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുമെന്ന കാര്യം ചേട്ടൻ അറിയുന്നത്. എന്റെ ചേട്ടന്റെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല എന്നവൻ പറയാണ്. ചേട്ടനും ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ അവൻ അനുജനെയും കൂട്ടി ദേവയെ കാണാനായി പോവാണ്. തന്റെ ആളുകൾ ഈ സമയത്ത് അവന്റെ കഥ കഴിച്ചിട്ടുണ്ടാവും എന്നാണ് ദേവ കരുതിയിരുന്നത്. എന്നാൽ തന്റെ ആളുകളാണ് മരിച്ചതെന്ന് അവൻ അറിയുന്നു. ചേട്ടൻ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ അനിയനെ എതിർത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അനിയന്റെ ബലം ഞാൻ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കൊണ്ട് കഴിയുന്നത് നീ ചെയ്തോ എന്ന് പറഞ്ഞ് ദേവയോട് വെല്ലുവിളിക്കുന്നു. ഈ സമയത്ത് ദേവ ഹീറോയെ ഭയങ്കരമായി മർദ്ദിക്കുന്നു. ഹീറോയ്ക്ക് ദേവയെ തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അവൻ അടി വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ധർമ്മ പറയുന്നുണ്ട്, കാളിദാസ നീ എന്താ ചിന്തിക്കുന്നത്? നിന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും അനിയത്തിയുടെയും ഒപ്പം സന്തോഷമായി ജീവിക്കണം എന്നല്ലേ? അതിന് ഈ ദേവ ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഈ ദേവ നല്ലവനല്ല. ഒരുപാട് തെറ്റുകൾ അവൻ ചെയ്യുന്നുണ്ട്. അണ്ണയ്യപ്പ MLA ആയ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. അതിനുവേണ്ടിയെങ്കിലും ഈ ദേവ മരിക്കണം. നീ ഇവന്റെ കഥ കഴിച്ചു വാ, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. കുറച്ച് മാറിയിരുന്ന് അനിയൻ ജയിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവൻ കാത്തിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിയൻ കേട്ടല്ലോ. ഇനിയാണ് അവൻ അവരെ തടയാൻ തുടങ്ങുന്നത്. ഇതിനു മുമ്പ് ദേവയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിക്കൊണ്ടിരുന്ന അവൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. ദേവ രക്തം നൽകി സഹായിച്ചത് കൊണ്ടാണ് ദേവയോട് അവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി അതൊന്നും നോക്കാൻ പാടില്ല. ദേവയെ തീർക്കണം എന്നവൻ തീരുമാനിക്കുന്നു. ഭയങ്കരമായി എല്ലാവരുമായി ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചേർന്ന് ഹീറോയെ ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ദേവയുടെ കയ്യിൽ ആയുധമുണ്ട്. നിന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേവ അവന്റെ തല വെട്ടാനായി പതുക്കെ അടുത്തേക്ക് വരുന്നു. അവിടെ നിന്നും കട്ട് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ എന്തോ കണ്ട് ഞെട്ടുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നത്. സത്യത്തിൽ ദേവ ഹീറോയുടെ തല വെട്ടിയിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. എന്നാൽ ഹീറോ ദേവയുടെ തലയാണ് വെട്ടിയിരിക്കുന്നത്. സൂരപ്പയും കുറച്ച് ഓഫീസർമാരും സ്റ്റേഷനിലേക്ക് വരുന്നു. അവൻ അവർക്ക് മുന്നിൽ ആ തല വയ്ക്കുകയാണ്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കൊന്നു എന്നവൻ പറയുന്നു. അതായത് ദേവ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ അവൻ അടിച്ചു വീഴ്ത്തി. ആ ആയുധം പിടിച്ചു വാങ്ങി ദേവയുടെ തല അവൻ വെട്ടി. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വെട്ടി എന്നവൻ പറയുന്നു. ഈ കാര്യം സത്യവതി അറിയാണ്. ആ തലയെങ്കിലും എനിക്ക് വേണം, അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാണ് എന്നവൾ ചോദിക്കുകയാണ്. കൊടുക്കാന്ന് പറഞ്ഞ് അവൻ സത്യവതിക്ക് ആ തല കൊടുക്കുന്നു. സത്യവതി ദേഷ്യത്തിൽ അവിടെ നിന്നും പോവാണ്. ഈ നാട്ടുകാർ ദേവ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. ദേവ മരിച്ചതറിഞ്ഞ് നാട്ടുകാർ സന്തോഷിക്കുന്നു. അതായത് ഹീറോ ഇപ്പോൾ കൊലപാതകം ചെയ്തിരിക്കുകയാണല്ലോ. പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് നാട്ടുകാർ സമരം ചെയ്യുന്നു. ഇനി ഈ നാട്ടിൽ ദേവയുടെ ശല്യമില്ല, നമ്മളെ രക്ഷിക്കാൻ പുതിയൊരു ദൈവം വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഹീറോയെ ആഘോഷമാക്കുന്നു. എന്നാൽ മറുവശത്ത് സത്യവതി ഒരു ശബ്ദം എടുത്തു എന്ന് സൂരപ്പ പറയുന്നു. എന്താണ് ശബ്ദം എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് കാണിച്ചു തരാണ്. ദേവയുടെ ആളുകൾ എല്ലാവരും ഒരിടത്ത് നിൽക്കുകയാണ്. അവരെ നോക്കി സത്യവതി പറയുന്നുണ്ട്, ദേവയെ കൊന്ന ആ ഹീറോയുടെ കഥ തീർക്കണം. അതാര് ചെയ്താലും ശരി, അവർക്ക് ഞാൻ അവസാനം വരെ ഒരു അടിമയെ പോലെ സേവനം ചെയ്യും. അവരെ ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കും. അവരുടെ കൂടെ ഞാൻ അവസാനം വരെ ഉണ്ടാവും. ഇത് പറഞ്ഞ ഹീറോ വീട്ടിലേക്ക് വരുമ്പോൾ അനിയത്തിയും ചേച്ചിയും ഉണ്ട്. എന്നാൽ ചേട്ടനെ കാണാനില്ല. ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് സൂരപ്പ ആ കാര്യം റിവീൽ ചെയ്യുന്നത്. കട്ട് ചെയ്താൽ ചേട്ടൻ ധർമ്മയാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തിനിടയിലൂടെ ധർമ്മ നടന്നു വരുന്നു. സത്യവതി ഊരിയെറിഞ്ഞ താലിയെടുത്ത് അവൻ വരുന്നു. ഈ താലി നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടും എന്നവൻ പറയാണ്. അതായത് ചേട്ടനൊരു കാമുകി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കാമുകി ഈ സത്യവതി തന്നെയായിരുന്നു. ഹീറോയെ കൊല്ലുന്നവരെ വിവാഹം കഴിക്കുമെന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ. ഞാൻ എൻ്റെ അനുജനെ കൊല്ലുന്നു, എന്നെ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവളെ വിവാഹം കഴിക്കുന്നത്. ദേവിയെ കൊന്നാൽ മാത്രമേ സത്യവതിയെ തനിക്ക് കിട്ടുകയുള്ളൂ എന്ന് ചേട്ടൻ നേരത്തെ കണക്കൂട്ടിയിരുന്നു. അപ്പോഴാണ് അനിയന് നന്നായി ഫൈറ്റ് ചെയ്യാൻ അറിയാമെന്ന കാര്യം ചേട്ടൻ മനസ്സിലാക്കുന്നത്. അനിയനെ ഉപയോഗിച്ച് ദേവിയെ തീർക്കാം എന്നവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പ്ലാൻ ചെയ്താണ് അവൻ തന്നെ സ്വന്തമാക്കിയതെന്ന് സത്യവതിക്കും അറിയാം. എന്നാൽ ഇവന്റെ സഹായത്തോടെ എങ്ങനെയെങ്കിലും ഹീറോയുടെ കഥ തീർക്കണം എന്ന് സത്യവതിയും കരുതുന്നു. ഇപ്പോൾ പ്രസന്റിൽ സൂരപ്പയെ ആരോ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടല്ലോ, അതാര് എന്ന് പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ടോണി എന്ന് പറയുന്നവനാണ് വരുന്നത് എന്ന് സൂരപ്പ പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, ടോണിയാണോ ആഫ്രിക്കയിൽ നിന്നും നിങ്ങളെ കൊല്ലാനായി വരുന്നത്? ഇത് കേട്ട് സൂരപ്പ ഞെട്ടുന്നു. ഇൻസ്പെക്ടർ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ടോണി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ ആഫ്രിക്കയിൽ നിന്നാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ആ പോലീസുകാരൻ അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ടോണി എന്ന് പറയുന്ന ആ നിഗൂഢ വ്യക്തി എൻട്രി കൊടുക്കുന്നത്. അവന്റെ മുഖം റിവീൽ ചെയ്തിട്ടില്ല. അതായത് സൂരപ്പയോടൊപ്പം ജോലി ചെയ്ത എല്ലാവരെയും കൊന്നത് ടോണിയാണ്. ഇപ്പോൾ സൂരപ്പയെ തീർക്കാനായി അവൻ വരികയാണ്. ഇൻസ്പെക്ടറുടെ അസിസ്റ്റന്റും ടോണിയുടെ ആളാണ്. അയ്യോ, ടോണിയിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് സൂരപ്പയുടെ കുടുംബം പേടിക്കുകയാണ്. ഹീറോ നമ്മളെ രക്ഷിക്കാൻ വരുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്യാങ് ട്രെയിനിലുള്ള ഹീറോയെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വിഗ്രഹം പറന്ന് താഴെ വീഴാൻ പോകുന്നതായി കാണിക്കുന്നു. ആ വിഗ്രഹം ഒരാൾ പിടിക്കുന്നതായി കാണിക്കുന്നുണ്ട്. കാലഭൈരവ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര്. ആ വിഗ്രഹത്തിന് ചെയ്യേണ്ട മര്യാദകളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്.
ഫൈറ്റ് ചെയ്യാൻ വന്നവരെയൊക്കെ അവൻ അടിക്കുന്നുണ്ട്. അവർ കാലഭൈരവയെ അറ്റാക്ക് ചെയ്യാനാണോ അതോ ഹീറോയെ അറ്റാക്ക് ചെയ്യാനാണോ വന്നതെന്ന് വ്യക്തമല്ല. കാലഭൈരവ എല്ലാവരുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ പിന്നിലായിട്ടാണ് നമ്മുടെ ഹീറോ നിൽക്കുന്നത്. ഹീറോയുടെ ഗെറ്റപ്പ് ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഹീറോയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. അതുപോലെ ഹീറോ ടോണി എന്ന് പറയുന്ന ഒരാളുമായി പ്രശ്നത്തിലായിട്ടുണ്ട്. ആ ടോണി ആരാണെന്ന് കാണിച്ചിട്ടില്ല. അതുപോലെ ചേട്ടനാണെങ്കിൽ അനിയനെ കൊല്ലണം, എന്നാൽ മാത്രമേ സത്യവതിയെ കിട്ടൂ എന്ന് കരുതി അനിയനെ തീർക്കാൻ നോക്കുന്നു. ഇലക്ഷനിൽ അണ്ണയ്യപ്പ എന്ത് തീരുമാനം എടുക്കുമെന്നും അറിയില്ല. കാലഭൈരവ എന്ന് പറയുന്ന ഈ വ്യക്തി ആരാണെന്നും അറിയില്ല. ടോണിയും ഹീറോയും തമ്മിൽ എങ്ങനെ ഈ ശത്രുത ഉണ്ടായി എന്നും കാണിച്ചിട്ടില്ല. ടോണി എന്തിനാണ് സൂരപ്പയെ കൊല്ലാൻ വന്നതെന്നും വ്യക്തമായി കാണിച്ചിട്ടില്ല. ഇതെല്ലാം KD 2 വരുമെന്ന് കാണിച്ച് സിനിമയുടെ കഥ അവസാനിക്കുന്നു. അതായത് സെക്കൻഡ് പാർട്ടിന് ഒരു ലീഡ് കൊടുത്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.